ഹായ്, നമുക്കിന്ന് ബനാന പാൻ കേക്ക് തയ്യാറാക്കിയാലോ. നമുക്ക് രണ്ട് നേന്ത്രപ്പഴമുണ്ട്, അത് നന്നായി പഴുത്തതായിരുന്നു. അതരിഞ്ഞ് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 5-6 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേർത്തത് വാനില എസൻസ് ഇല്ലേ, അത് ഒരു അരമൂടിയാണ് ചേർത്തത് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സിയിലടിച്ചു, നന്നായി അടിച്ചു. കണ്ടോ, നന്നായി അടിച്ചതിന് ശേഷം അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മൈദയാണ് എടുത്തത്. പിന്നെ പാലിലെത്താൻ നമ്മൾ പാൽപ്പൊടിയും കൂടി ചേർത്തു കേട്ടോ. പാൽപ്പൊടി ചേർത്തിട്ട് ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ് മുഴുവൻ ചേർത്തു. പിന്നെ ഉപ്പാണ് ചേർത്തത്. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ, നന്നായി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ അടിച്ചു വെച്ച പഴത്തിൻ്റെ കൂട്ടില്ലേ, അത് ഇതിലേക്ക് കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തു കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. ബാക്കിയും കൂടിയും ചേർത്തിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ നമുക്ക് പാലിലെത്ത കാരണം നമ്മൾ നേരിയ ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. നേരിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തപ്പോൾ അത് കണ്ടോ, ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവം, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നമ്മളത് മൂടി വെക്കണം കേട്ടോ. അത് മൂടി വെച്ച് തുറന്ന് അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കുമിളകൾ പോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ അത് ചൂടാകുമ്പോൾ ഓരോ കയ്യിൽ, അത് നമ്മൾ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ഓരോ കയ്യിൽ വീതം എത്രയാണോ പാനിൽ കൊള്ളണമെന്ന് വെച്ചാൽ 2-3 നമുക്ക് എത്ര വേണമെങ്കിലും ആ പാനിൽ കൊള്ളണ പോലെ നമുക്ക് ഒഴിക്കാം. പരത്തി കൊടുക്കരുത്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അത് നമുക്കൊരു ഭാഗമായി എന്നറിയുമ്പോൾ നമ്മൾ അപ്പുറ ഭാഗം കൂടി മറിച്ചിടണം കേട്ടോ. ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. തയ്യാറാക്കിയ പാൻ കേക്കൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചു. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ തേൻ ചേർത്തിട്ടാണ്. തേൻ ചേർത്ത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.